ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന, ജ്യൂസ് കുടിക്കുന്നതൊക്കെ ഈ സ്ട്രോ ഉണ്ടല്ലോ, അപ്പോൾ അത് കടലാസിൻ്റെ ആണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഇതേപോലെ ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പാക്കറ്റിൻ്റെ പൊടിയോ ഏത് കവർ പൊടിയോ എന്താണേലും നമ്മൾ ഇതേപോലെ പൊട്ടിച്ചിട്ട് ബാക്കി ഉറുമ്പൊക്കെ കയറാതിരിക്കണമെങ്കിൽ നമ്മൾ ആ സ്ട്രോ കീറിയ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വലിപ്പം അനുസരിച്ച് മുറിച്ച് കൊടുക്കുക. ഇതിപ്പോൾ അത്രയും വലിപ്പം കൂടുതലായതുകൊണ്ട് അത്രയും മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സ്ട്രോ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, പേപ്പറിൻ്റെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഒട്ടിച്ചത് കണക്ക് തന്നെ ഇരിക്കും, കണ്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കുകയും ചെയ്യാം, അതേപോലെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഉറുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറത്തില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ പാക്കറ്റ് മാവോ എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഇതേപോലെ പൊട്ടിച്ചിട്ട് മാവ് നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ ഉറുമ്പ് കയറാതിരിക്കണമെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ വെഡ്ഡിങ് കാർഡ് ഉണ്ടല്ലോ, അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ വെഡ്ഡിങ് കാർഡ് വെറുതെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ കവർ ഭാഗം ഇതേപോലെ ത്രികോണ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളാണേലും അതേപോലെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളാണേലും പെട്ടെന്ന് നമുക്ക് അടയാളമൊക്കെ വെച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഷേപ്പിൽ വെട്ടിയത് ഇതേപോലെ ബുക്കിനകത്ത് വെച്ച് കൊടുക്കുക, ഉണ്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് മറിക്കുന്നതിനും എടുക്കുന്നതിനും ഒക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പം ഏത് പുസ്തകത്തിലാണേലും എത്ര അടയാളം വേണേലും ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറിച്ചെടുക്കാനും അതേപോലെ തിരിച്ച് അടച്ചു വയ്ക്കാനും എല്ലാം എളുപ്പമായിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് വെക്കുക, ഇത് നല്ലൊരു ടിപ്പാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതേപോലെ പുസ്തകങ്ങൾ തുറക്കുന്നതിനും എടുക്കുന്നതിനും ഒക്കെ എളുപ്പമായിരിക്കും. എത്ര അടയാളങ്ങൾ ഇതേപോലെ നമുക്ക് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സിങ്കൊക്കെ എങ്ങനെ ബ്ലോക്ക് മാറ്റാം, അതെങ്ങനെ ക്ലീനാക്കി എടുക്കാം. ഇപ്പോൾ സിങ്ക് ബ്ലോക്ക് മാറ്റാൻ എടുക്കുന്ന ആ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ ഞാൻ സിങ്ക് ക്ലീനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കഴുകുന്ന വെള്ളം അതിനകത്തോട്ട് ഇറങ്ങുമ്പം തന്നെ ബ്ലോക്കൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ സൊല്യൂഷൻ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പേസ്റ്റാണ്. കോൾഗേറ്റിൻ്റെ ഏത് കളറാണേലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് ആ വെള്ളത്തിലോട്ട് നല്ലോണം ഒന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നാരങ്ങയാണ്. അപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഇതേപോലെ അതിൻ്റെ ചാറും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അപ്പം ബേക്കിംഗ് പൗഡറും നാരങ്ങയും അതേപോലെ തന്നെ കോൾഗേറ്റ് പേസ്റ്റും കൂടെ ചേരുമ്പോഴത്തേനും നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ ക്ലീനിങ്ങിന് പറ്റിയതും അതേപോലെ നമ്മുടെ സിങ്കിലെ ബ്ലോക്ക് മാറാനും ഒക്കെ ഉള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ്. അപ്പം ഇത് വെച്ച് തന്നെ നമ്മൾ പാത്രം കഴുകിയാലും നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ആ കഴുകുന്ന ബ്രഷിനകത്തോട്ട് ഒഴിച്ചിട്ട് സിങ്കൊന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് ബലം പ്രയോഗിച്ച് സ്ക്രബ്ബർ വെച്ചൊന്നും തേച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ച് തേച്ച് കൊടുക്കുമ്പം തന്നെ സിങ്ക് ക്ലീൻ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ വെള്ളം അതിനകത്തോട്ട് ഇറങ്ങുമ്പം തന്നെ ആ ബ്ലോക്ക് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കുറേ പാത്രങ്ങളുണ്ടെങ്കിലും ഇത് വെച്ച് തന്നെ തേച്ചിട്ട് അപ്പം എല്ലാം എളുപ്പത്തിലാവും. പാത്രങ്ങളും തേച്ച് കഴുകിയെടുക്കാം, അതേപോലെ തന്നെ സിങ്കും ക്ലീനാക്കി എടുക്കാം. പിന്നെ അതിൻ്റെ വെള്ളം നമുക്ക് അതിനകത്തോട്ട് പോകുന്നത് കൊണ്ട് അതിൻ്റെ ബ്ലോക്കും മാറിക്കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടുകയും ചെയ്യും. പാത്രങ്ങളാണേലും എന്തിലിപ്പോൾ സിങ്ക് നമ്മൾ തേച്ച് കഴുകി ഇറക്കുമ്പം തന്നെ അറിയാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങും നമുക്ക്. അതേപോലെ ഇതിൻ്റെ ടാപ്പും അതേപോലെ തന്നെ തേച്ച് കഴുകാവുന്നതാണ്. ഞാൻ വെറുതെ അതിൻ്റെ ഒരു ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വെറുതെ ഒന്ന് ബ്രഷ് ഇട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്ന നമുക്കതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ആ ബ്ലോക്കൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ടാപ്പിനകത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, കണ്ടോ. ഇനിയിപ്പോൾ ഞാൻ തേച്ച് കഴിഞ്ഞ് എല്ലായിടത്തും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ, കണ്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം തന്നെ നല്ല രീതിയിൽ കണ്ടോ
ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ബാക്കി വന്ന ആ ഒരു സൊല്യൂഷൻ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടോ, ബ്ലോക്കൊന്നും ഇല്ലാതെ തന്നെ വെള്ളം പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കണ്ടോ. അപ്പോൾ രാത്രിയായിരിക്കും ഏറ്റവും നല്ലത് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ നമുക്ക് അതിനകത്തുള്ള ദ്വാരങ്ങളിൽ അടഞ്ഞിരിക്കുന്ന എല്ലാ വേസ്റ്റുകളും അങ്ങ് പോയി കിട്ടുകയും ചെയ്യും. അതേപോലെ രാത്രിയാണല്ലോ കൂടുതലും അതിനകത്തുനിന്ന് ഉറുമ്പും പാറ്റയൊക്കെ കയറി വരുന്നത്. അപ്പോൾ ആ ശല്യവും നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ എൻ്റെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.